ഹലോ മുത്തുമണികൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുപ്പികൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയതല്ല, കുറെ കാലമായിട്ട് എന്റെ കയ്യിലിരിക്കുന്നു. അതങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതിനെ എടുത്തിട്ട് കുറച്ച് പെയിന്റുകളൊക്കെ കൊടുത്തു. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണണേ. ആദ്യം തന്നെ ഈ രണ്ട് കുപ്പികൾ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ പ്ലാസ്റ്റിക് ആണ്. പക്ഷെ പെയിന്റിംഗ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വൈറ്റ് ഗസോ എന്ന് പറയുന്ന സാധനത്തിനെ എടുത്തിട്ട് ഈ കുപ്പികളിലെല്ലാം അങ്ങോട്ട് പൂശി കൊടുക്കണം. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാ, ഓർമ്മയില്ലേ? അക്രിലിക് പെയിന്റിങ് ചെയ്യുമ്പോൾ പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്ന സംഗതിയാണ് ഈ സംഗതി. നേരായിട്ടും ചൊവ്വായിട്ടും പറയുവാണെങ്കിൽ നമ്മൾ ഈ കുപ്പിക്ക് ഒരു കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ആ കളർ ഡാർക്ക് കളർ ആണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന വൈറ്റ് ഗസോയ്ക്ക് പകരം ബ്ലാക്ക് ഗസോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, അതാണ് കൊടുക്കേണ്ടത്. നീ ഇപ്പൊ നമ്മുടെ ബോട്ടിലിനെ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സിൽ മുക്കിയെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വൈറ്റ് ഗസോ തന്നെ മതി. വസ്തുതകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷേങ്കിൽ സാധനം നമ്മുടെ കയ്യിലില്ലല്ലോ. ഏത് ബ്ലാക്ക് ഗസോയെ? സാരില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെന്നാണല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ട്. അടുത്ത പ്രാവശ്യം ബ്ലാക്ക് ഗസോയൊക്കെ മേടിച്ചു വെച്ചിട്ടൊരു കലക്കലുണ്ട് മക്കളെ. ആ 2 പ്ലാസ്റ്റിക് കുപ്പി കഴിഞ്ഞിട്ട് നമുക്ക് 3 ചില്ലു കുപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് ഗസോയൊക്കെ അടിച്ചു വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാനൊരു കുപ്പിക്ക് കളർ കൊടുക്കുന്ന ഏതാണെന്നറിയോ? ബ്ലാക്ക്. ഇതൊക്കെ എന്നെ കൊണ്ടേ പറ്റുള്ളൂ, എന്നെ സമ്മതിക്കണം കേട്ടോ. ഈ പ്രൈമർ അടിച്ചിട്ട് ഉണക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മുടെ പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങണേ അത്ര സമയമൊന്നും വേണ്ട. ഞാൻ ഈ ആദ്യത്തെ കുപ്പി അടിച്ചേച്ച് അവിടെ വെച്ച് രണ്ടാമത്തെ കുപ്പി അടിച്ചെടുത്തപ്പോഴത്തേനും ആദ്യത്തെ കുപ്പി ഏകദേശം ഉണങ്ങിയായിരുന്നു. റിസ്ക് എടുക്കുന്നതെല്ലാം നമുക്ക് റിസ്ക് സാപ്പിടുന്ന മാതിരി ആയിരുന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പണി പാടും. അതുകൊണ്ട് ഫസ്റ്റത്തെ കോട്ട് പ്രൈമർ നല്ലപോലെ ഉണങ്ങിയേച്ചാണ് സെക്കൻഡ് കോട്ട് പ്രൈമർ അടിച്ചത്. അത് നല്ലപോലെ ഉണങ്ങിയേച്ചാണ് നമ്മുടെ പെയിന്റ് തൊട്ടത്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. പ്രൈമർ വേണമെങ്കിൽ ഡബിൾ കോട്ട് അടിച്ചാൽ മതി. പക്ഷെ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നി, ഇടത്തെ കയ്യിലിരിക്കുന്നത് ഡബിൾ കോട്ട് അടിച്ചത്, മറ്റേത് സിംഗിളാ. 2 ലെയർ പ്രൈമർ അടിച്ച് ഉണക്കി കുട്ടപ്പനാക്കി കൊണ്ടുവന്ന് ഈ കുപ്പീനെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ അങ്ങ് കൊടുക്കുക. നേരത്തെ നല്ലപോലെ ഉണക്കിയെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലേ? ഈ നല്ലപോലെ ഉണക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്ര നേരം ഇരുന്ന് കഷ്ടപ്പെടുകയും ചെയ്യണം. അവസാനം നമ്മുടെ കുപ്പി നോക്കുമ്പോൾ നമ്മുടെ കുപ്പിക്ക് ഏതാണ്ട് പാണ്ടും ചൊറിയൊക്കെ വന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പെയിന്റ് പൊങ്ങിയും താണും ചൊരണ്ടി മാന്തി ഇരിക്കണ പോലെയൊക്കെ തോന്നും. പിന്നെ ആദ്യം കൊടുത്ത കളർ രണ്ടാമത്തേലും മിക്സ് ആയിട്ട് വേറെ ഏതൊക്കെയോ കളർ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അരുത് ഫസ്റ്റത്തെ കോട്ട് ഉണങ്ങാണ്ട് അടുത്ത കോട്ടിലേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തത് ഈ അവസരത്തിൽ സ്മരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഓർക്കാണ്ടിരിക്കും? അത്രയ്ക്ക് കിടിലോസ്കി അല്ലായിരുന്നോ? ആ സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പേട്ട് ബ്രഷും ആകെപ്പാട് ഒരു 5-6 കളറുകളുമാണ്. അതിലേതോ ഒരു കളർ എടുത്തിട്ട് അറഞ്ചും പുറഞ്ചും ഞാൻ അങ്ങോട്ട് പൂശി. ആ സമയത്ത് നമ്മുടെ അടുത്ത് ഈ പ്രൈമറും കുന്തോന്നും ഇല്ലല്ലോ. നീ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന പരിപാടി നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഏതിലേക്കോടെയൊക്കെയാണ് ബ്രഷ് ഉപയോഗിച്ചതെന്ന് കറക്റ്റ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ബ്രഷിന്റെ പാട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞ 1-2 കോട്ടൊക്കെ ഞാൻ അടിച്ചേച്ചാണ് ഡിസൈനൊക്കെ ഇടാൻ തുടങ്ങിയത്. പക്ഷെ തീരെ ക്ഷമയില്ലായിരുന്നു. ഇന്നൊന്നും പറയണ്ടല്ലോ, മൊത്തത്തിൽ അങ്ങോട്ട് കൊളായി. അതൊക്കെ ഒരു കാലം, ഓർത്ത് ചിരിക്കാലോ. അപ്പൊ ദാസാ നമ്മൾ എന്നെ പറഞ്ഞു വന്നേന്ന് വെച്ചാ എല്ലാവർക്കും ഒരു തുടക്കം ഉണ്ടാവും. അല്ലാണ്ട് നമ്മളെല്ലാരും ഒരു ദിവസം ഇങ്ങോട്ട് പൊട്ടിമുളയ്ക്കണമെന്നൊന്നും അല്ലല്ലോ. ചിലപ്പോ ആദ്യത്തത് പാളും, പിന്നെ രണ്ടാമത് ചെയ്യുമ്പോ അതും പാളും, പിന്നെയും പാളും, പിന്നെയും പാളും. ചെക്കടേസിയിൽ ഒരു നാൾ, അങ്ങനെ ഒരു നാളെ എല്ലാവർക്കും വരും മോനെ. അതുകൊണ്ട് 1 ചെയ്ത് 2 ചെയ്ത് അടപടലം പൊട്ടുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, എനിക്കിതൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നവര് അവിടെ നിൽക്ക്. ഇനി തൊട്ട് ഓടാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റൂന്നേ. ദൈവമേ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ നിന്ന് മോട്ടിവേഷനിലേക്ക് ചാടിയോ? പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റുകാർക്ക് നമ്മളല്ലാണ്ട് വേറെ ആരും മോട്ടിവേഷൻ കൊടുക്കാനാ അല്ലേ? ഇതാ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തേ. ആ ഫസ്റ്റ് കൊടുത്ത ബ്ലാക്ക് കുപ്പിയിലത്തെ ഡിസൈൻ എന്നാ ഡിഫിക്കൽട്ട് ഡിസൈനാ, എന്നിട്ട് ഞാൻ ചെയ്തില്ലേ? അപ്പൊ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഈ മുയല്, ഞാൻ ശരിക്കും വരയ്ക്കാൻ ഉദ്ദേശിച്ച മുയൽ ആ കാട്ടിക്കൂടെ എങ്ങാണ്ട് ഓടി നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വല്ല വിഷമവും കാണിക്കുന്നുണ്ടോ? ബ്രഷ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടിയപ്പോ എങ്ങനാണ്ടൊക്കെ വന്ന്, അത് വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണ കണ്ട് പഠിക്കങ്ങട്. സത്യത്തിൽ ആ പേർപ്പിൾ കളർ കൊടുത്ത ആ കുപ്പിയിലാണോ ഈ മുയലിനെ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് വരെ ഞാൻ ഈ മുയലിനെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മറന്നുപോയി. ഒരു കുപ്പി എടുത്ത് നമുക്ക് പറ്റണ പോലെ ഒരു മുയലിനെ അങ്ങ് വരയ്ക്കും. തോറ്റുപോയാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ കുപ്പിയിൽ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ഒരു പൂച്ച മറ്റൊരു പൂച്ചനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച പിക്ചറൊന്നും അല്ല കേട്ടോ, ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയൊക്കെ വരച്ചതാ. എന്റെ അമ്മോ, ഇത്രയും പരാജയമൊക്കെ ആവാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ. ഇത്രയും വമ്പൻ ഫ്ലോപ്പ് ആയിട്ട് പോലും ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ലേ. മോട്ടിവേഷൻ കൊണ്ടല്ല, തൊലിക്കെട്ടി കൊണ്ടല്ലേ ചേച്ചിയെ എന്നാരും ചോദിക്കണ്ട. ഉള്ളത് പറയാനാണെങ്കിൽ പകുതി തൊലിക്കെട്ടിയിടിയാട്ടോ. വരച്ചത് വരച്ചു പോട്ടെ, ഇത്രമാത്രം ഹാർട്ട് അതിനിട്ട് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത ഹാർട്ട് ഇട്ടപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് ആവശ്യമെന്ന് എനിക്ക് തോന്നിയെടുത്ത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കണ്ടോ, മറ്റേത് പാളിയതുകൊണ്ടാണല്ലോ എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര ബോറായിന്ന്. ഇതാണ് പറയണത്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളമാകും. ഈ കാർഡ്ബോർഡ് പേപ്പറിൽ ഈ ഡിസൈനൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് എനിക്ക് വരയ്ക്കാൻ അറിയില്ലാഞ്ഞിട്ടല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഞാൻ വരയ്ക്കണമെന്ന് വിചാരിച്ചോണ്ടാ.
ഡിസൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചാടിയോടി പോകാനൊക്കുവോ? ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ എത്ര നേരമായി ഓർത്തോണ്ടാ. ഈ വീഡിയോയിൽ കാണുന്ന 5-6 മിനിറ്റ് അല്ല, ഒത്തിരി മിനിറ്റുകൾ വേറെ ഉണ്ട് കേട്ടോ കാണിക്കാത്തത്. ഇത്രയും സമയമെടുത്ത് നമ്മൾ ചെയ്തിട്ട് ഇതിന് വാർണിഷ് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒട്ടക്കലത്തിൽ വെള്ളമൊഴിച്ച പോലെ ആകും നമ്മുടെ അവസ്ഥ. കൊടുത്ത പെയിന്റ് ഒക്കെ 4 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോരും. അതുകൊണ്ട് വാർണിഷ് എടുക്കുക, ഒഴിക്കുക, അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പ്രൈമർ കോട്ട് ഒഴിവാക്കിയാലും ഈ ഒരു സ്റ്റെപ്പ് മാത്രം ആരും മിസ് ചെയ്തേക്കരുത് കേട്ടോ. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയാലോ, ആ ഒരു അവസ്ഥയാണ് ഇതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ. ഇനി അല്പം പട്ടിഷോയൊക്കെ ആവാം. ഇതിൽ ശരിക്കും പറഞ്ഞ ചെടിയൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ തന്നെ ഒരു ഡെക്കറേഷൻ ആയിട്ടും ആണ്. പിന്നെ നമുക്ക് ചെടികളെയും കുപ്പികളെയും ഒരുപോലെ ഇഷ്ടമായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ചെടികളൊക്കെ വെക്കുന്നു എന്ന് മാത്രം. എന്റെ പെയിന്റ് അടിച്ച കുപ്പികളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആ കമന്റ് ബോക്സിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ട് ലൈക്ക് വിട്ടേച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തിട്ട് വേണം പോകാൻ. ഇനി ഒത്തിരി അലമ്പ് വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുവരെ ബൈ.